ഈ 2025 ആക്ച്വലി എനിക്കൊരു ചാലഞ്ചിങ് ഇയറും കൂടി ആയിരുന്നു. ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഏജൻസിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നെക്സ്റ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ളൊരു രീതിയിലായിരുന്നു. ഈ 2025 എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഇയർ തന്നെയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അടുത്തത് എന്ത് എന്നുള്ളതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഈ 2025 എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ നടന്നൊരു വർഷമാണ്. ഈ 2025 എന്നെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഇയർ ആയിരുന്നു. ഞാൻ പഠിത്തം കഴിഞ്ഞ് ഒരു ജോലിയിലേക്ക് ജോയിൻ ചെയ്ത ഒരു ഇയർ കൂടിയാണ്. ഐ എം കമ്മിങ് ടു എമിറാക്ക്. മെയ് 1 ജോയിൻ ചെയ്തത്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ ലൈഫിൽ കുറേ സീരിയസ്നെസ് കാര്യങ്ങൾ വന്നു. എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. മാർച്ച് വരെ ആയിരുന്നു എൻ്റെ കോഴ്സ്. അതിനുശേഷം ഏപ്രിലിൽ എമിറാക്കിൽ ജോയിൻ ചെയ്തു. വീട്ടുകാരൊക്കെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി നിന്ന ഒരു വർഷം കൂടിയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ലൈഫിൽ അങ്ങനെ. പിന്നെ ഞാനിങ്ങനെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എമിറാക്ക് ഹാറ്റ്സിലോട്ട് വന്നത്. ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തു, ഇൻറ്റേൺഷിപ്പിന് കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത് എമിറാക്ക് ഹാറ്റ്സിൽ വന്നിട്ടാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ എനിക്ക് പറ്റി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു ഫീൽഡ് ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ 2025 3 months കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ ജോയിൻ ചെയ്തു. ഈ ഇയർ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ നോക്കുമ്പോൾ ഒക്കെ പോസിറ്റീവാണ്. 2025 എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു ഇയർ തന്നെയാണ്. നല്ല ഇയർ ആയിരുന്നു. ഹാപ്പിയാണ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്.